ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി മാസഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും അവസാന ഭാഗം കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. ആ കൺക്ലൂഷൻ പാർട്ടും കൂടി കാണുക. സോ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൂടെ അമർത്തിക്കോളൂ കേട്ടോ. നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. വൃശ്ചിക രാശി, വിശാഖാര അനിരം തൃക്കേട്ടടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചത്തിലാണ്. 4 ശനി, സൂര്യൻ, ബുധൻ, 8 കുജൻ മാത്രമാണ് ചില തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കേണ്ടി വേണ്ടി വന്നേക്കാം. ഒരു കാര്യം മത്സരിച്ച് വേണം നമ്മൾ നേടാൻ. ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടത്തിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്, അവിടെ നിന്ന് മത്സരിക്കേണ്ടി വരും. സോ മത്സരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിലും മത്സരിക്കേണ്ട ആവശ്യം വരും. കാരണം 8 കുജൻ നിൽക്കുന്നുണ്ട്. സോ മത്സരിച്ച് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്ന വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിലായാലും ചലഞ്ചസ് ക്രിയേറ്റ് ആവും. മത്സരം അല്ലെങ്കിൽ ചലഞ്ചസ് എല്ലാം ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ധൈര്യമായിട്ട് നേരിട്ട് മുന്നോട്ട് പോയാൽ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോവുകയാണ്, അവിടെ കുറേ പേരുണ്ട്, 10-20 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചോ, ഇത്രയും പേരിൻ്റെ ഉള്ളിൽ ഞാൻ മത്സരിക്കുന്നതിനുള്ള ചിന്ത വരാതെ ധൈര്യമായിട്ട് എത്ര പേര് വന്നാലും കാര്യമില്ല, എൻ്റെ അറിവിൻ്റെ മുമ്പിലും എൻ്റെ കോൺഫിഡൻസിന് മുമ്പിലും എൻ്റെ സ്കില്ലിന് മുമ്പിലും അവരൊന്നുമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് വെച്ചാൽ എല്ലാം അറിയാമെന്നെല്ലാം മനോഭാവമല്ല. നമുക്കറിയാവുന്ന കാര്യം കുറച്ചുള്ളെങ്കിലും അതിൽ വ്യക്തമായ ധാരണ ഉണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഇൻ്റർവ്യൂവിന് പോകുന്ന മുമ്പ് കുറച്ച് മോക്കൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാനൊക്കെ പറ്റും. സോ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നേരിടുക. എന്ത് ചലഞ്ചസ് വന്നാലും എന്ത് മത്സരങ്ങൾ വന്നാലും ധൈര്യമായിട്ട് ചിരിച്ച മുഖത്തോടെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക കേട്ടോ. സോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്കിൾ ചെയ്ത് മുന്നോട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിനൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മന്ത് എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കായാലും പ്രോഫിറ്റ് ഗ്രാഫിൽ കുറച്ച് ഹൈക്കൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. ഫാമിലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്ന സമയമാണ്. പ്രണയ വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാവുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കാവുന്ന ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഈ ഒരു ടൈമിൽ. എന്നിരുന്നാൽ പോലും നമ്മൾ ധൈര്യമായിട്ട് അതൊക്കെ ഫേസ് ചെയ്യാം. ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ കുറച്ച് സൗന്ദര്യ പിണക്കങ്ങളുണ്ടാവാം. ഇതെല്ലാം നമുക്ക് പിന്നീട് ശരിയായി വരും. സോ അതോടത്ത് ടെൻഷൻ അടിക്കേണ്ട, അത് വലിയ പ്രശ്നത്തിലേക്ക് ഊതി പെറപ്പിക്കുകയും ചെയ്യില്ല. എന്ത് ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് ധൈര്യത്തോടെ പോകാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാസമാണ് ഈ ടൈം എന്ന് പറയുന്നത്. പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നവർക്ക്, മത്സര പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അനുകൂലമായ മാസമാണ്. സോ അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ഈ മാസത്തിൽ നമ്മൾ അത്ര നല്ല പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാവും, പെട്ടെന്ന് സ്ട്രെസ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടാവുന്നവരാണ്. സോ ടെൻഷൻസ് വരാതെ ക്രിയേറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത ടെൻഷൻസ് മാറ്റി നിർത്തുക. ഓക്കെ, ആവശ്യമുള്ള കുറച്ച് ടെൻഷൻസൊക്കെ എടുത്തോ, കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന, സൈഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ 8 കുജം വരുന്ന സമയമാണ്. സോ ഫുഡ് ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പം വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ കഴിക്കുന്നെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നല്ല ഗൂഗിൾ റിവ്യൂ മാത്രം പോലെ കുറച്ച് ആളുകളുടെ റിവ്യൂ ഒന്ന് വായിച്ചുകൂടി നോക്കുക. റേറ്റിംഗ് മാത്രം നോക്കല്ലേ. പിന്നെ ഫുഡ് എന്ത് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് പോലെ കഴിഞ്ഞ് പരീക്ഷണത്തിൽ പുതിയ വസ്തുക്കൾ നോക്കാതെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഭക്ഷണം എന്താണോ അത് നിങ്ങൾ മേടിച്ച് വയ്ക്കുക. അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് പറയാം. കാരണം ഫുഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കാം. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ശുക്രനും രാഹുവും കൂടെ ഒന്നിച്ചാണ് നിൽക്കുക. സോ ഈ സമയത്ത് അലർജിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ചിലവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്ത്രീ സംബന്ധമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയം തന്നെയാണ്. അവസരങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മളെ തേടി എത്തുവാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും പറ്റുന്ന സമയമാണ്. വാഗ്ദാനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദാനം ഞാൻ പറഞ്ഞ കുടുംബത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നത് വാക്കുവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഭർത്താവുമായിട്ട് കുറച്ച് വാക്കുവാദങ്ങൾ, അല്ലെങ്കിൽ അച്ഛനായിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെയുള്ളവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അനുകൂലമായ മാസമാണ്. എന്നിരുന്നാൽ ചില കുഴപ്പങ്ങളില്ലെങ്കിൽ ചോദിച്ചാൽ ചില കുഴപ്പങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ടാവും, കോപങ്ങളുണ്ടാവും, ഇമോഷണൽ ഒരു ബാലൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഓവർ തിങ്കിങ്സ് ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർ തിങ്കിങ് ഒക്കെ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ഓവർ തിങ്കിങ്ങും ഓവർ എക്സ്പെക്റ്റേഷൻ ഈ മാസം വേണ്ട, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെബ്രുവരി മന്തിനെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൃത്യമായിട്ട് പോകാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഫെബ്രുവരി മന്തിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. ക്ലാരിറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഈ മാസത്തെ കാണാൻ സാധിക്കും വൃശ്ചിക രാശി കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ട് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യട്ടെ വ്യക്തമായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഞാൻ ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട്. കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന, നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതാണ് മുന്നോട്ട് പോകണം. എന്താണ് കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത്. എന്താണ് നമുക്ക് ഏതാണോ ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് എന്താണ് പൊതുവായിട്ടൊരെണ്ണം പറയാത്തത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കേണ്ടതെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ്. സോ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു ശുഭകാര്യം ചെയ്യാൻ പോവുകയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ, കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റ് ആവാൻ സൂപ്പർ. അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ദോഷ ഫലങ്ങളാണ്, നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ്, ഗോചാരം ഇപ്പോൾ മോശ സമയമെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ്, പക്ഷേ നമുക്ക് ഗോചര ഉത്തമ സമയമാണെന്ന് പറഞ്ഞ പോലത്തെ ആ ഗോചര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ. അതും മനസ്സിലാക്കുക. അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക. എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും, അതിനെയൊക്കെ എന്ത് ചെയ്യുക, നേരിടുക. കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ. സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ്, വെബിനാർസ് ഒക്കെ നടത്തുമ്പം അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പ്രകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പ്രകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 25,000 സബ്സ്ക്രൈബ് എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ. സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 3 സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം. ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ഇത് വേണ്ട, എല്ലാവർക്കും എത്തണം. ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആരിലേക്ക് എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്
ഇനി ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനർ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയനർ സക്സസ് മന്ത്ര ഒന്നുകൂടി വേണമെന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം അനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിയനർ സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസഫലം കേട്ട് ദോഷമാണ് അല്ല നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കുക ഒത്തിരി ദുഃഖിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.